നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. ഫലസൂചനകൾ ആദ്യ അരമണിക്കൂറിനകം. വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. തത്സമയ വിവരങ്ങളുമായി അമൃത ന്യൂസ് രാവിലെ 7 മണി മുതൽ. ഇൻഡിഗോയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി DGCA. സർവീസ്, സുരക്ഷ എന്നിവ പരിശോധിക്കുന്ന 4 ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർമാരെ പുറത്താക്കി. ഇന്നും വിമാന സർവീസ് റദ്ദാക്കി. കുവൈറ്റിൽ ഇൻഡിഗോയ്ക്ക് തിരിച്ചടിയായി നികുതി വകുപ്പിൻ്റെ നടപടി. മാതൃകമ്പനിയായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിന് 4.5 ലക്ഷത്തോളം ദിനാർ നികുതിയും പിഴയും ചുമത്തിയതായി റിപ്പോർട്ട്. നിഷേധിച്ച് കമ്പനി. 2027 സെൻസസിന് പണം അനുവദിച്ച കേന്ദ്ര സർക്കാർ മതം, ജാതി, മാതൃഭാഷ എന്നിവയടക്കം രേഖപ്പെടുത്തും. ഡിജിറ്റൽ സെൻസസ് ചരിത്രത്തിൽ ആദ്യമെന്ന് കേന്ദ്ര സർക്കാർ. ഭവന പട്ടികയും ഭവന സെൻസസും 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ. ജനനസംഖ്യാ സെൻസസ് 2027 ഫെബ്രുവരി. നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കൂട്ടബലാത്സംഗ കുറ്റത്തിന് 20 വർഷം കഠിന തടവ്, 50,000 രൂപ പിഴ. ജീവപര്യന്തം നൽകേണ്ട പ്രത്യേക സാഹചര്യമില്ല എന്ന് കോടതി. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിച്ചില്ലെന്നും പരിശോധിച്ച് തുടർ നടപടിയെന്നും മന്ത്രി സജി ചെറിയാൻ. പരിപൂർണ നീതി കിട്ടിയില്ല എന്ന് പ്രോസിക്യൂട്ടർ. നിയമ പോരാട്ടം തുടരുമെന്ന് അതിജീവിതയുടെ കുടുംബം. വിധി വായിക്കാതെ അഭിപ്രായം പറയരുതെന്ന് ജഡ്ജി ഹണി എം വർഗീസ്. പുതുവത്സര ദിനത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് അവധി പ്രഖ്യാപിച്ച് UAE. 2026 വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബുർജ് ഖലീഫ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലും ആഘോഷ പരിപാടികൾ. കളിക്കളത്തിൽ വിസ്മയം തീർത്ത് ഇന്ത്യയുടെ കൗമാരതാരം വൈഭവ് സൂര്യവംശി. അണ്ടർ-19 ഏഷ്യ കപ്പിൽ UAEക്കെതിരെ റെക്കോർഡ് പ്രകടനം. 56 പന്തിൽ നിന്നും സെഞ്ചുറി, 95 പന്തിൽ നിന്നും 171 റൺസ്. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് തിരിച്ചടി. പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ. ആകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സമഗ്ര ആധിപത്യം തുടരാനാകുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. അതേസമയം തിരിച്ചു വരാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. NDAയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. 941 പഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്കുള്ള ജനവിധിയുടെ ഫലമാണ് നാളെ അറിയുന്നത്. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഇതിനായി സംസ്ഥാന വ്യാപകമായി 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും തുടർന്ന് വോട്ടിംഗ് മെഷീനിലെ വോട്ടും പിന്നീട് EVM മെഷീനിലെ വോട്ടുകളുമാണ് എണ്ണുക. ആദ്യം ഗ്രാമപഞ്ചായത്ത് നഗരസഭാ ഫലവും 2 മണിയോടെ എല്ലാ ഫലങ്ങളും പുറത്തുവരും. ജനകീയ പ്രശ്നങ്ങളെക്കാൾ വിവാദ വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ്. സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായി 74% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവുമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെൽഫെയർ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KA മുരളീധരൻ. വെൽഫെയർ പാർട്ടിയുമായി 2019 മുതൽ UDFന് ധാരണയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരാതിരിക്കാൻ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെയും ചിലയിടങ്ങളിൽ CPMനെയും പിന്തുണച്ചെന്നും മുരളീധരൻ പ്രതികരിച്ചു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ ചൊല്ലി ഇടതു വലതു മുന്നണികൾ പരസ്പരം പഴിചാരുമ്പോഴാണ് KA മുരളീധരന്റെ തുറന്നുപറച്ചിൽ. ദേശീയ തലത്തിൽ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് പിന്തുണ എന്നതാണ് വെൽഫെയർ പാർട്ടി നയം. അത് കേരളത്തിലും ചെയ്യുന്നു. പരസ്പരം പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. BJP അധികാരത്തിൽ വരാതിരിക്കാൻ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെയും ചിലയിടങ്ങളിൽ CPMനെയും പിന്തുണച്ചു. തിരുവനന്തപുരം ചാല ഡിവിഷനിൽ വെൽഫെയർ പാർട്ടി CPMനെയാണ് പിന്തുണച്ചത്. ജമാഅത്തെ ഇസ്ലാമിക്കാണ് വർഗീയ നിലപാടുള്ളത്. വെൽഫെയർ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ളത് CPMനാണെന്നും അദ്ദേഹം പറഞ്ഞു. മൊത്തത്തിൽ ഒരു UDFന്റെ കൂടെ തന്നെയായിരുന്നു. അത് രഹസ്യമൊന്നും അല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് LDFനെയാണ്.
ഞങ്ങൾ 2019 വെൽഫെയർ പാർട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബന്ധം ഉണ്ടാക്കി. അത് ആ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സ്റ്റാൻഡിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ സ്റ്റാൻഡാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചത്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പരസ്യമായി അംഗീകരിക്കാത്ത UDF-ഉം പിന്തുണ തള്ളിക്കളഞ്ഞ LDF-ഉം മുരളീധരന്റെ ഈ തുറന്നു പറച്ചിലിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചു. 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചത്. 50,000 രൂപ പിഴയും നൽകണം. റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്നും കുറയ്ക്കും. കുറ്റവാളികളുടെ പ്രായവും ഒപ്പം കുടുംബ പശ്ചാത്തലവും പരിഗണിച്ച് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം ഒഴിവാക്കി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിധിയെന്നും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ വിധിയെ ബാധിച്ചിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കി. ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽ NS, രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി, മൂന്നാം പ്രതി B മണികണ്ഠൻ, നാലാം പ്രതി VP വിജീഷ്, അഞ്ചാം പ്രതി H സലീം എന്ന വടിവാൾ സലീം, ആറാം പ്രതി പ്രദീപ് എന്നിവർക്കാണ് 20 വർഷം തടവും 50,000 രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നത്. കൂട്ടബലാത്സംഗം, ഗൂഢാലോചന എന്നീ വകുപ്പുകൾക്കാണ് 20 വർഷം വീതം ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. IPC 366 സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ, IPC 342 അന്യായമായി തടങ്കലിൽ വെക്കൽ, IPC 354 സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള ബലപ്രയോഗം, IPC 354B, IPC 357 എന്നിവയ്ക്ക് പുറമെ IT നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവയ്ക്കെല്ലാം പ്രത്യേക ശിക്ഷയും വിധിച്ചു. എന്നാൽ എല്ലാം ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും. മാത്രമല്ല, വിചാരണ തടവുകാരനായി ജയിലിൽ കിടന്ന കാലഘട്ടം ഇളവായി നൽകുന്നതാണ്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിച്ചു എന്നത് ആശ്വാസകരമാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. ആ ശിക്ഷയിൽ തരാവുന്നതിൽ ഏറ്റവും മിനിമം തന്നെയാണ് തന്നിട്ടുള്ളത്. കാരണം ഗാങ് റേപ്പിന് ഏറ്റവും മിനിമം 20 years കൊടുക്കണമെന്നുണ്ട്. 6 പ്രതികൾക്കും തുല്യ പങ്കാളിത്തം കൊടുത്തേ ശിക്ഷിക്കാൻ ഒക്കെ ഉള്ളൂ. ജോയിൻറ്റ് ലയബിലിറ്റി എന്നൊരു കാര്യമുണ്ട്. മിനിമം ശിക്ഷ കിട്ടിയെന്നുള്ളത് ഒരു ആശ്വാസമാണ്. 5 ലക്ഷം രൂപ ഇരയ്ക്ക് നൽകാനാണ് കോടതി ഉത്തരവ്. മാത്രമല്ല, മെമ്മറി കാർഡ് അടക്കമുള്ള തെളിവുകൾ അപ്പീൽ നടപടികൾക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇല്ലാതാക്കണം. അതുവരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. പയ്യെത്തുന്ന പനയും തിന്നാവുന്നല്ലേ, നമുക്ക് പയ്യെ അത് തുടങ്ങാം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞുപോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. ശിക്ഷയിൽ നിരാശനാണ്. ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്. പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇതേ കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജികൾ 18-ാം തീയതി പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന 4-ാം പ്രതി VP വിജീഷിന്റെ ആവശ്യം പ്രത്യേക അപേക്ഷയായി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ തത്സമയ വിവരങ്ങളുമായി അമൃത ന്യൂസും രാവിലെ 7 മണി മുതൽ അമൃത TVയിലും അമൃത ന്യൂസ് യൂട്യൂബിലും കാണാം. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ. നാടിന്റെ നല്ല നാളേക്കായി നാട്ടുകാർ ആർക്കൊപ്പം? 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ. ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ജനവിധി എന്ത്? നാടിന്റെ നന്മയ്ക്കായി നിങ്ങൾ തിരഞ്ഞെടുത്തവർ ആരൊക്കെ? വോട്ടെണ്ണലിന്റെ സമഗ്ര വിവരങ്ങൾ ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ അമൃത TVയിലും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിലും. 2027 രാജ്യവ്യാപക സെൻസസിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ഇതിനായി 11,718.24 കോടി രൂപ അനുവദിച്ചു. 2011 അവസാനമായി രാജ്യവ്യാപക സെൻസസ് നടത്തിയത്. 2021 പിന്നീട് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ കോവിഡ് സാഹചര്യം മൂലം ഇത് മാറ്റിവെക്കുകയായിരുന്നു. ഡിജിറ്റൽ സാധ്യതകൾ ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ആദ്യ സെൻസസ് ആയിരിക്കും ഇത്. 2 ഘട്ടങ്ങളായാണ് സെൻസസ് നടത്തുക. ആദ്യഘട്ടമായ ഭവന സെൻസസ് 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ നടക്കും. 2ാം ഘട്ടമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തും. ഇത് 2027 ഫെബ്രുവരിയിൽ തുടങ്ങും. ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 2026 സെപ്റ്റംബറിൽ നടക്കും. 2027 മാർച്ച് 1 സെൻസസിന്റെ റഫറൻസ് തീയതി.
ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 2026 ഒക്ടോബർ 1 റഫറൻസ് തീയതി. വരാൻ പോകുന്നത് ഇന്ത്യയുടെ 16ാമത് സെൻസസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8ാമത്തെ സെൻസസുമായിരിക്കും. രാജ്യത്തെ ജനങ്ങളുടെ ഭവനം, സൗകര്യങ്ങൾ, ജനസംഖ്യാശാസ്ത്രം, വിദ്യാഭ്യാസം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കുടിയേറ്റം, മാതൃഭാഷ, ജാതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ കണക്കെടുപ്പിലൂടെ ലഭിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇൻഡിഗോ പ്രതിസന്ധിയിൽ ശക്തമായ നടപടിയുമായി DGCA. 4 ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ളവരെയാണ് പിരിച്ചുവിട്ടത്. ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട വിവിധ പരിശോധനകൾ നടത്തേണ്ടിയിരുന്നത് ഇവരാണ്. സർവീസ്, സുരക്ഷ എന്നിവ പരിശോധിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരായിരുന്നു. ഇന്നും 55 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു രംഗത്തെത്തി. കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇൻഡിഗോയ്ക്ക് മാത്രം ഈ പ്രതിസന്ധി ഉണ്ടായത്. ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കുവൈറ്റിൽ ഇൻഡിഗോയ്ക്ക് തിരിച്ചടിയായി നികുതി വകുപ്പിൻ്റെ നടപടി. കുവൈറ്റ് ഇൻകം ടാക്സ് അതോറിറ്റിയിൽ നിന്നും ഇൻഡിഗോയുടെ മാതൃകമ്പനിയായ ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിന് 4,48,793 ദിനാർ നികുതിയും പിഴയും ഉൾപ്പെടെ പിഴ ചുമത്താൻ നോട്ടീസ് ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. 2021-22 മുതൽ 2024-25 വരെയുള്ള 4 സാമ്പത്തിക വർഷങ്ങളിലേക്കുള്ള നികുതി വിലയിരുത്തലിലാണ് ഈ നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഡിസംബർ 8 ലഭിച്ച ഉത്തരവിനെക്കുറിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയലിങ്ങിലൂടെ കമ്പനി സ്ഥിരീകരിച്ചു. കുവൈറ്റ് ഇൻസ്പെക്ഷൻ കൺട്രോൾ റൂം ആക്ടിംഗ് ഡയറക്ടറും നൽകിയ നോട്ടീസിൽ നികുതി കുടിശ്ശികയുടെയും പിഴയുടെയും ആകെ തുകയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം തെറ്റായതും അടിസ്ഥാനരഹിതവുമാണെന്ന് നോട്ടീസിനെ കമ്പനി വിശേഷിപ്പിച്ചത്. ശശി തരൂർ MPക്ക് സവർക്കർ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതിൽ വിശദീകരണവുമായി HRDS. 3 തവണ തരൂരിൻ്റെ സ്റ്റാഫ് അംഗങ്ങളെ കണ്ടു. 1 തവണ തരൂരിനെ നേരിട്ട് കണ്ടുവെന്ന് HRDS സെക്രട്ടറി അജയ് കൃഷ്ണൻ പറഞ്ഞു. അതേസമയം തരൂരിനെ ക്ഷണിച്ച മെയിൽ സംബന്ധിച്ച് വിശദീകരിച്ചുവെങ്കിലും കണ്ട തീയതി ഓർക്കുന്നില്ല എന്നായിരുന്നു ഭാരവാഹികളുടെ മറുപടി. പ്രതിരോധ മന്ത്രി വരുന്നില്ല എന്ന ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിരുന്നില്ല എന്നും HRDS പറയുന്നു. രാഷ്ട്രപിതാവിൻ്റെ അഹിംസാവാദത്തിന് തങ്ങൾ എതിരാണെന്നും ഭാരവാഹികൾ ഡൽഹിയിൽ പ്രതികരിച്ചു. ശശി തരൂരിനെ സവർക്കർ അവാർഡിനായി ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് മറുപടി പറയാൻ മാധ്യമങ്ങളെ കണ്ട HRDS ഭാരവാഹികൾക്ക് തരൂരിനെ നേരിട്ട് കണ്ടതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞില്ല. നവംബർ 12 അവാർഡുണ്ടെന്നറിയിച്ച് മെയിൽ അയച്ചു. അതിനുശേഷമാണ് സംഘടനയുടെ പ്രതിനിധികൾ വസതിയിൽ പോയത്. വരാമെന്ന് തരൂർ സമ്മതിച്ചു. പരിപാടി ഡയറിയിൽ കുറിച്ചുവയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തുവെന്നാണ് ഭാരവാഹികളുടെ അവകാശവാദം. എന്നാൽ നേരിട്ട് കണ്ട ദിവസം ഓർക്കുന്നില്ല എന്നായിരുന്നു മറുപടി. അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അതിഭീകരമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദമാണ് വളരെ വ്യക്തമായിട്ട്. തരൂരിന് നൽകാനായി തയ്യാറാക്കിയ ഫലകവും പുരസ്കാരവും ഭാരവാഹികൾ പ്രദർശിപ്പിച്ചു. കോൺഗ്രസിലെ എതിർപ്പ് കാരണമാണ് തരൂർ എത്താത്തത് എന്നാണ് സംഘടനയുടെ നിലപാട്. ഇൻഡിഗോ പ്രതിസന്ധി മൂലമാണ് വി മുരളീധരൻ അവാർഡ് സ്വീകരിക്കാൻ എത്താതിരുന്നതെന്നും ഭാരവാഹികൾ പറയുന്നു. സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യമില്ലെങ്കിലും RSS പ്രത്യയശാസ്ത്ര അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. രാഷ്ട്രപിതാവിന്റെ അഹിംസാവാദത്തെയും ഉപ്പു സത്യാഗ്രഹത്തെയും വിമർശിച്ച HRDS സെക്രട്ടറി അഹിംസാവാദം ഇല്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി മുന്നേ സ്വാതന്ത്ര്യം കിട്ടിയേനെയെന്നും പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിയായ ദേവസ്വം മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയിൽ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. അതേസമയം കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ശബരിമല കട്ടിളപ്പാളി സ്വർണ്ണ കവർച്ച കേസിൽ A. പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജിയാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. താൻ മാത്രമല്ല ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങൾക്കും കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നതാണ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. മിനിറ്റ്സിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതുൾപ്പെടെ എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രായമായ ആൾ ആയതിനാൽ പരിഗണന വേണമെന്നും പത്മകുമാർ ജാമ്യ ഹർജിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ A. പത്മകുമാറിനും കേസിൽ കൃത്യമായ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അഡ്വക്കേറ്റ് സിജു രാജൻ ഹാജരായി. ജാമ്യാപേക്ഷ തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് പത്മകുമാറിന്റെ നീക്കം. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായാണ് ജാമ്യ ഹർജി സമർപ്പിക്കുന്നത്. എല്ലാം ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അനുമതിയോടെയാണ് ചെയ്തതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഈ മാസം 18 വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡിൽ 1 പവൻ സ്വർണ്ണത്തിന് 97,680 രൂപയായി. ഒറ്റ ദിവസം കൊണ്ട് പവന് കൂടിയത് 1,800 രൂപയാണ്. ഗ്രാമിന് 12,210 രൂപയായി. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില ഉയർന്നതും
രൂപയുടെ ഇടിവും സ്വർണ്ണവില ഉയരാൻ കാരണമായി. മുനമ്പം വഖഫ് ഭൂമി കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. മുനമ്പം വഖഫ് ഭൂമി അല്ലെന്ന ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തു. മുനമ്പം അന്വേഷണ കമ്മീഷന് നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. വഖഫ് സംരക്ഷണ വേദി നൽകിയ അപ്പീലിലാണ് കോടതിയുടെ നടപടി. സംസ്ഥാന സർക്കാർ അടക്കം എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് നൽകി. കേസ് ജനുവരി 27 വീണ്ടും പരിഗണിക്കും. പുതുവത്സര ദിനത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് അവധി പ്രഖ്യാപിച്ച് UAE. 2026 വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ UAEയിൽ പൂർത്തിയായി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബുർജ് ഖലീഫ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലും